In this video, we will be discussing about Raspberry Pi board. So in embedded system, at heart, we will be having processors, right? But for Raspberry Pi, we will be having powerful processors. അതായത് നമ്മൾ എംബഡഡ് സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന പ്രോസസ്സേഴ്സ് അല്ലെങ്കിൽ കൺട്രോളേഴ്സ് അതിന്റെ വർക്കിംഗ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് വിൽ ബി അറൌണ്ട് 60 മെഗാഹെർട്സ് ടു 120 മെഗാഹെർട്സ് ആ റേഞ്ചിലായിരിക്കും. ബട്ട് വെൻ ഇറ്റ് കംസ് ടു റാസ്ബെറി പൈ ബോർഡ്, ഇറ്റ് ഈസ് ഹാവിംഗ് പ്രോസസ്സേഴ്സ് ഫംഗ്ഷനിങ് വിത്ത് ക്രിസ്റ്റൽ ഫ്രീക്വൻസി ഓഫ് 1.4 ഗിഗാഹെർട്സ്. അതിന്റെ വർക്കിംഗ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഒരു റാസ്ബെറി പൈയുടെ പ്രോസസ്സറിന്റെ വർക്കിംഗ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് മറ്റ് എംബഡഡ് സിസ്റ്റത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ബാക്കി പ്രോസസ്സേഴ്സ് അല്ലെങ്കിൽ കൺട്രോളേഴ്സിനേക്കാൾ കൂടുതലാണ്. ദാറ്റ് ഈസ് അറൌണ്ട് 1.4 ഗിഗാഹെർട്സ്. അത്രയും ഒരു ഫ്രീക്വൻസിയിലാണ് നമ്മുടെ റാസ്ബെറി പൈയുടെ ബോർഡിന്റെ പ്രൊസസ്സർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പ്രൊസസ്സർ എന്താണ് കമ്പയർഡ്ലി ബാക്കി എംബഡഡ് സിസ്റ്റത്തിന്റെ പ്രൊസസ്സേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ കൺട്രോളേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള പ്രൊസസ്സറാണ് റാസ്ബെറി പൈ ബോർഡിൽ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അടുത്ത നമുക്ക് റാസ്ബെറി പൈ ബോർഡിലത്തെ റാമിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാം. സോ വിത്ത് റാസ്ബെറി പൈ ബോർഡ് 1 GB, 2 GB, 4 GB, 8 GB RAMs are available. Okay, so by using this RAM, complex tasks can be performed. If you observe few more things, you can see a USB Type-C port there. Okay, അതിന് വേണ്ടിയിട്ടാണ് USB Type-C port. Power supply can be given with this USB Type-C port. USB Type-C port കൂടിയാണ് നമ്മൾ പവർ സപ്ലൈ കൊടുക്കുന്നത്. അത് മാത്രമല്ല അതിന്റെ ഉപയോഗം with the use of USB Type-C port, we can also have high data rate communication. High data rate serial communications can be done through this USB Type-C port. അതിനും പുറമെ നമുക്ക് എന്തും ചെയ്യാൻ പറ്റും, പവർ സപ്ലൈയും പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ബോർഡിൽ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം micro HDMI ports are there. So with micro HDMI ports, you can interface camera. Also, you can interface video signals as well. Okay. ഇനി നോക്കിക്കഴിഞ്ഞാൽ USB 2 and USB 3 ports are available in Raspberry Pi board. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് USB ports യൂസ് ചെയ്യുന്നത്? We can transmit data seamlessly using USB ports. Next, there is Ethernet port. Ethernet ports are available in the Raspberry Pi board. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യാൻ നമുക്കറിയാം അല്ലെ? By which we can have internet connectivity. By using Ethernet port, we can have internet connectivity. ഇതിനൊക്കെ പുറമെ നമുക്ക് റാസ്ബെറി പൈ ബോർഡിൽ we have Wi-Fi and Bluetooth inbuilt on this board. അപ്പോൾ വൈഫൈ വയർലെസ് ലാനിനുള്ള ചിപ്പും അതുപോലെ തന്നെ ബ്ലൂടൂത്തും ഈ ഒരു ബോർഡിൽ ഇൻബിൽറ്റ് ആയിട്ട് തന്നെ ഉണ്ട്. അപ്പൊ അതായത് നമുക്ക് ഇങ്ങനെ പറയാം, സോ ജനറൽ പർപ്പസ് ടാസ്ക് ഓർ ബേസിക് ടാസ്ക് വിച്ച് വി യൂസ് ഇൻ IoT ദാറ്റ് ക്യാൻ ഓൾസോ ബി ഡൺ ഹിയർ. ഇന്റർനെറ്റിന്റെ യൂസേജ് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് IoTക്ക് അത്യാവശ്യമായിട്ടുള്ളതാണല്ലോ. അപ്പൊ എംബഡഡ് സിസ്റ്റം കണക്ട് ചെയ്യാനുള്ള കാര്യങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ ജനറൽ പർപ്പസ് ടാസ്ക് ആയ ഇന്റർനെറ്റിലേക്കുള്ള കണക്ടിവിറ്റിക്ക് വേണ്ട ഫെസിലിറ്റീസും നമുക്ക് ഏതിലുണ്ട്, റാസ്ബെറി പൈ ബോർഡിലുണ്ടെന്ന് പറയാം. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് IoT എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണ് വരുന്നത്, നമുക്ക് IoTയും റാസ്ബെറി പൈയും തമ്മിൽ കണക്ട് ചെയ്തിട്ടാണ് പഠിക്കേണ്ടത് അല്ലെ? സോ IoT എന്താണ് വരുന്നത്? ഇൻ IoT we use sensors and actuators, right? Sensors എന്തിനാണ്? For sensing data. Actuators എന്തിനാണ്? are used for physical response. So continuous sensors sensing data അല്ലെ? Sensors എന്ത് ചെയ്യും? continuously sense ചെയ്യും data and that we want to transfer on cloud. This data has to be transferred to the cloud. So to transfer data on cloud, we need internet. നമുക്ക് ഈ സെൻസ് ചെയ്ത ഡാറ്റനെ ഇന്റർനെറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ നമുക്ക് ക്ലൗഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ എന്ത് വേണം? ഇന്റർനെറ്റ് വേണം. ആ ഇന്റർനെറ്റ് ഫെസിലിറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ എന്തൊക്കെ ഉണ്ട്? എത്തർനെറ്റ് ഫെസിലിറ്റീസ്, അങ്ങനെ വൈഫൈ ഫെസിലിറ്റീസ്, അങ്ങനെ ഒരുപാട് കണക്ടിവിറ്റി ഫെസിലിറ്റീസ് ഇവിടെ അവൈലബിൾ ആണ്. So by the use of Raspberry Pi board, you can give the sensing data to the internet as well as to the actuators from internet. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സെൻസ് ചെയ്ത ഡാറ്റ ക്ലൗഡിൽ സ്റ്റോർ ചെയ്യാം. ഇല്ല ഇനി നമുക്ക് ക്ലൗഡ് ഇന്റർനെറ്റ് വഴി ഒരു യൂസർക്ക് ഒരു ആക്ച്വേറ്ററിനെ ഫംഗ്ഷൻ ചെയ്യിപ്പിക്കണമെങ്കിൽ അതും ചെയ്യാം അല്ലെ? ഇന്റർനെറ്റിൽ നിന്ന് ഡാറ്റ എടുത്തിട്ട് അല്ലെങ്കിൽ കിട്ടുന്ന ഇൻസ്ട്രക്ഷൻ അനുസരിച്ചിട്ട് ഒരു ആക്ച്വേറ്ററിനെ ഓപ്പറേറ്റ് ചെയ്യിപ്പിക്കണമെങ്കിൽ അതും ചെയ്യാം റാസ്ബെറി പൈ വെച്ചിട്ട്. സോ ബോത്ത് തിങ്സ് ആർ പോസിബിൾ വിത്ത് റാസ്ബെറി പൈ ബോർഡ്. While with the embedded system, we need to interface external devices to transfer data on cloud. ഇതിലെല്ലാം ഇൻബിൽറ്റ് ആയിട്ട് തന്നെ ഉണ്ട് ഡാറ്റ ട്രാൻസ്ഫറൻസിന് വേണ്ട എല്ലാം.
സോ ശരി, ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ പറയാം, റാസ്ബെറി പൈ ബോർഡ് ഈസ് ഓൾ ടുഗെദർ ആസ് is a smart board compared to the embedded system boards എന്ന് പറയാം. നെക്സ്റ്റ് we need to discuss about features of Raspberry Pi. Raspberry Piയുടെ ഫസ്റ്റ് ഫീച്ചർ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ്, Raspberry Pi processors are working with 1.4 GHz super powerful processors. ഓക്കെ, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രോസസ്സേഴ്സ് എന്ന് പറയുന്ന അതിന്റെ വർക്കിംഗ് റേഞ്ച്, ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറയുന്നത് 1.4 GHz ആണ്. അത് മറ്റ് എംബഡഡ് കൺട്രോളേഴ്സ് അല്ലെങ്കിൽ ബാക്കി പ്രോസസ്സേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് വലുതാണ്. ഓക്കെ, അടുത്തത് റാം ആണ്. റാം എന്ന് പറയുന്നത് എന്താണ്, 1 GB, 2 GB, 4 GB, 8 GB SD RAMs ആർ അവൈലബിൾ. ഇനി ഇത് ഫ്യൂച്ചറിൽ ഇത് അപ്ഡേറ്റ് ചെയ്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് വെച്ചാൽ വലിയ കപ്പാസിറ്റി ഉള്ള റാംസും സ്റ്റോറേജ് ഉള്ള റാംസും അപ്ഡേഷനിൽ വരുന്നുണ്ട് റാസ്ബെറി പൈ ബോർഡിന്റെ. അതും നമുക്ക് ഫ്യൂച്ചറിലേക്ക് ആകുമ്പോൾ കൂടുതൽ സ്റ്റോറേജ് ഉള്ള റാംസിനെ നമുക്ക്, കപ്പാസിറ്റി ഉള്ള റാംസിനെ നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ കിട്ടുന്നുണ്ടാവും. നെക്സ്റ്റ് എന്ന് പറയുന്നത് കണക്ടിവിറ്റിയുടെ കേസാണ്. അപ്പോൾ കണക്ടിവിറ്റിയുടെ കേസ് പറയുകയാണെങ്കിൽ വെറൈറ്റി ഓഫ് പ്രോട്ടോകോൾസ് ആർ അവൈലബിൾ അല്ലെ. നമുക്ക് കണക്ടിവിറ്റീസ് അവൈലബിൾ വെറൈറ്റി ഓഫ് പ്രോട്ടോകോൾസ് എന്ന് പറയാം. അതായത് വയർലെസ് ലാനിനുള്ള ചിപ്പയിലുണ്ട്, ബ്ലൂടൂത്ത് ഉണ്ട്, എതർനെറ്റ് കണക്ടിവിറ്റി യൂസ് ചെയ്യാം, USB കണക്ടിവിറ്റീസ് അവൈലബിൾ ഫോർ സീരിയൽ കമ്മ്യൂണിക്കേഷൻ, HDMI പോർട്സ് ഉണ്ട്. അതുപോലെ തന്നെ ഈവൻ I2C SPI പോർട്സ് ആർ ഓൾസോ ദർ വിത്ത് IO പിൻസ്. ഇത്രയും കണക്ടിവിറ്റീസ് നമ്മുടെ റാസ്ബെറി പൈ ബോർഡിൽ അവൈലബിൾ ആണ്. അടുത്ത വീഡിയോ ആൻഡ് സൗണ്ട് ആണ്. നമുക്ക് HDMI പോർട്സ് ഉണ്ട് അതിന് വേണ്ടിയിട്ട്, MIPI DSI ബോർഡ്സ് ഉണ്ട്, MIPI CSI ക്യാമറ ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റീരിയോ ഔട്ട്പുട്ട്സ് ആർ ഓൾസോ അവൈലബിൾ. അടുത്ത മൾട്ടിമീഡിയ ഏതൊക്കെ സപ്പോർട്ട് ചെയ്യുമെന്ന് ചോദിച്ചാൽ H.264, MPEG-4, അതുപോലെ തന്നെ അതർ പ്രോട്ടോകോൾസ് ആർ ഓൾസോ സപ്പോർട്ടഡ് ഇൻ ടേംസ് ഓഫ് മൾട്ടിമീഡിയ സപ്പോർട്ട്. ഓക്കെ, അപ്പോൾ മൾട്ടിമീഡിയ ഫയൽസ് സപ്പോർട്ട് ചെയ്യും നമ്മുടെ റാസ്ബെറി പൈ ബോർഡ്. അടുത്ത ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ മൈക്രോ SD കാർഡ് സപ്പോർട്ടാണ്. മൈക്രോ SD കാർഡ് സപ്പോർട്ട് നമ്മൾ എന്താണ് യൂസ് ചെയ്യുക, ബൈ വിച്ച് വി ക്യാൻ എൻഹാൻസ് മെമ്മറി അല്ലേ. സോ എൻഹാൻസ് മെമ്മറി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ മൈക്രോ SD കാർഡിന്റെ സപ്പോർട്ടും യൂസ് ചെയ്യാൻ പറ്റും റാസ്ബെറി പൈ ബോർഡിൽ. അടുത്തത് ക്യാൻ ഓപ്പറേറ്റ് അപ് ടു എ ടെമ്പറേച്ചർ അപ് ടു 50 degrees Centigrade. 50 degrees Centigrade വരെയുള്ള ടെമ്പറേച്ചറിൽ നമ്മുടെ റാസ്ബെറി പൈ ബോർഡിന് വർക്ക് ചെയ്യാൻ സാധിക്കും. സോ ദീസ് ആർ ദ ഡിഫറെന്റ് ഫീച്ചേഴ്സ് അവൈലബിൾ വിത്ത് റാസ്ബെറി പൈ. സോ in a way we can say Raspberry Pi is a mini computer ആണല്ലോ. Raspberry Pi can be used to transfer data from end devices to the internet. അപ്പോൾ നമുക്ക് പറഞ്ഞു, അതുപോലെ തന്നെ നല്ല സ്പീഡിൽ വർക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെ എന്താ നമ്മൾ പറഞ്ഞത്, ഇറ്റ് ഈസ് ദാറ്റ് സ്മാർട്ട് ദാറ്റ് ക്യാൻ വി ക്യാൻ യൂസ് അവർ ഓൺ പ്രോഗ്രാമിംഗ്. പിന്നെ ജനറൽ പർപ്പസ് പ്രോഗ്രാമിംഗ് നമുക്ക് ചെയ്യാം. കോംപ്ലക്സ് ടാസ്ക് ക്യാൻ ബി പെർഫോം യൂസിങ് റാസ്ബെറി പൈ. അപ്പോൾ ഈവൻ നമുക്ക് എംബഡഡ് സിസ്റ്റം ചെയ്യുന്ന ഒരു ടാസ്കും അഥവാ ജനറൽ പർപ്പസ് ടാസ്ക് ജസ്റ്റ് ലൈക്ക് ബ്രൗസിങ് ഇൻ ഇന്റർനെറ്റ്, ഓൾ ദോസ് തിങ്സ്. ഓക്കെ, ഇതെല്ലാം നമുക്ക് എന്ത് വെച്ച് ചെയ്യാൻ പറ്റും, ഈ ഒരു റാസ്ബെറി പൈ ബോർഡ് വെച്ചിട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കും. സോ ദിസ് ഇസ് വാട്ട് ഓൾ അബൌട്ട് ഫീച്ചേഴ്സ് ഓഫ് റാസ്ബെറി പൈ.